ചെന്നിത്തല കിഴക്കേ വഴി തെക്കും ഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസം NSS കരയോഗത്തിനനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം. കർക്കിടകം 24. ശിംശപ വൃക്ഷച്ചുവട്ടിൽ നിരാലംബയായി കണ്ണുനീർ വാർത്തിരുന്ന സീതാദേവിയുടെ മുമ്പിൽ അഴകിയ രാവണനാടിയ പ്രേമപ്രകടനങ്ങളും സീതാദേവിയുടെ നിശ്ചയദാർഢ്യവും ഇളകാത്ത മനസ്സും വൃക്ഷകോടരത്തിൽ ഇരുന്ന് മാരുതി കാണുന്നിടത്താണ് ഇന്നലെ നമ്മുടെ കഥ അവസാനിച്ചത്. രാക്ഷസ സ്ത്രീകൾ ഉറങ്ങുന്നത് കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് ഹനുമാൻ. രാവണൻ വന്നുപോയതിൽ പിന്നെ രാക്ഷസ സ്ത്രീകൾക്കും സമാധാനം നശിച്ച മട്ടാണ്. സീതയെ പറഞ്ഞു പാട്ടിലാക്കി ലങ്കേശന് വശപ്പെടുത്തി കൊടുക്കുന്നതിന് സമയം നിശ്ചയിച്ചാണ് അവൻ പോയിരിക്കുന്നത്. വിഭീഷണപുത്രി ത്രിജട എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട്. ലങ്കയുടെ നാശവും ലങ്കേശൻ്റെ പതനവും സ്വപ്നത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ശ്രീരാമലക്ഷ്മണന്മാരെ ഐരാവതത്തിന് പുറത്ത് ദർശിച്ചപ്പോൾ ലങ്കേശനെ മേലാസകലം എണ്ണ പുരട്ടി ചാണകക്കുഴിയിൽ മുങ്ങുന്നതായിട്ടാണ് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത്. എൻ്റെ പിതാവ് വിഭീഷണൻ ശ്രീരാമസേവകനും ലങ്കയുടെ രാജാവായി ശോഭിക്കുന്നതും എനിക്ക് ആ ദർശനക്കാഴ്ചയിലുണ്ടായിരുന്നു. ത്രിജടയുടെ വാക്കുകൾ ഒരേ സമയം ഭീതിയും അത്ഭുതവും അവരിലുണ്ടാക്കി. രാക്ഷസ സ്ത്രീകൾ ഉറങ്ങിയതും സീത മെല്ലെ എഴുന്നേറ്റു. ശിംശപവൃക്ഷത്തിൽ ചാരി നിന്ന് ഓരോന്നുമോർത്ത് വിലപിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മനസ്സിൽ തെളിഞ്ഞു. ജീവൻ കളഞ്ഞാലോ എന്നുപോലും ചിന്തയായി. എല്ലാം വീക്ഷിച്ചിരുന്ന ആഞ്ജനേയൻ സീതയുടെ ദുഃഖത്തിൻ്റെ പാരമ്യത ശരിക്കും മനസ്സിലാക്കി. രാമൻ്റെ ജനനകഥയും തുടർന്ന് നാളിതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സ്ഫുടമായ രീതിയിൽ രാമദൂതൻ അടുത്തെത്തി എന്നുവരെ വ്യക്തമാകുന്ന രീതിയിൽ വൃക്ഷകോടരത്തിൽ ഒളിച്ചിരുന്നു വർണ്ണിച്ചു. മന്ത്രിക്കുന്ന ശബ്ദത്തിൽ മധുരമധുരമായി ആരാണ് രാമചരിതം പറഞ്ഞത്? ഇത് രാവണൻ്റെ മായയാണോ, അതോ തനിക്ക് മതിഭ്രമം സംഭവിച്ചോ? ഏതു മായാവിയാണെങ്കിലും രാമകഥയാണ് ചൊല്ലിയത്. കേട്ടതിൻ്റെ ആനന്ദവും ചില്ലറയല്ല. ഇത്ര സുന്ദരമായി രാമചരിതം ചൊല്ലിയ ആൾ ആരായാലും എനിക്കവരെ കണ്ടേ തീരൂ. രാമനോട് ഭക്തിയുണ്ടെങ്കിൽ ആ ആൾ എൻ്റെ മുമ്പിൽ വരണേ. സീതയുടെ അപേക്ഷ കേട്ട മാരുതി മരച്ചില്ലയിൽ നിന്നും മന്ദമന്ദം ഇറങ്ങി സീതയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. ഒരു കുരിയിൽ പക്ഷിയുടെ വലിപ്പത്തിലുള്ള വാനരരൂപം കണ്ടതും സീതയുടെ ആശയറ്റു. ഇത് രാവണതന്ത്രമാണ്. അല്ലെങ്കിൽ ഇത്ര ചെറിയ വാനരൻ കാണുമോ? സീതാദേവി ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുന്നത് കണ്ട ആഞ്ജനേയൻ, ദേവി, എന്നെ സംശയിക്കരുത്. രാമദേവൻ്റെ ഒരു ദൂതനാണ് ഞാൻ. വായുപുത്രനായ ഞാൻ രാമദാസനും സുഗ്രീവൻ്റെ മന്ത്രിയുമാണ്. സുഗ്രീവാജ്ഞയാൽ ദേവിയെ തേടി വന്ന ഞാൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്താൻ വളരെ വൈകി. ലങ്കാലക്ഷ്മിയെ എതിർത്ത് അടിച്ചു വീഴ്ത്തേണ്ടി വന്നു. ദേവി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനോ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. രാവണൻ്റെ എഴുന്നള്ളത്ത് മരച്ചില്ലകൾക്കിടയിലിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ദേവിയെ തൃക്കൺ പാർക്കാൻ സന്ദർഭം പാർത്ത് ഇത്രയും നേരം ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. രാമദേവൻ അങ്ങ് ഋഷ്യമൂകാചലത്തിൽ പ്രസവണ ഗുഹയിൽ ഞങ്ങൾ ദേവിയുടെ വിവരം അറിഞ്ഞെത്തുന്നതും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വിവരം അറിയിച്ചാൽ ഉടൻ തന്നെ രാമദേവൻ ഇവിടെ വന്ന് രാവണനെ നിഗ്രഹിച്ച് ദേവിയെ വീണ്ടെടുക്കും. നിന്റെ വാക്കുകൾ എനിക്ക് കർണങ്ങൾക്ക് പീയൂഷമാണ്, എന്നാൽ വിശ്വസിക്കാനൊട്ട് കഴിയുന്നുമില്ല. നിന്നെപ്പോലൊരു കൊച്ചു മർക്കടനെ ദൂതനായി രാമദേവൻ അയച്ചു എന്നത് എൻ്റെ ചിന്തയ്ക്കപ്പുറത്താണ്. നീ ലവണാമ്പുതി തരണം ചെയ്തെന്നും ലങ്കാലക്ഷ്മിയെ അടിച്ചു വീഴ്ത്തിയെന്നും പറയുന്നു. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളല്ല. ശരി, എങ്കിൽ ദേവിക്ക് വിശ്വാസം വരാനായി
രാമദേവൻ അദ്ദേഹത്തിൻ്റെ അങ്കുലീയം എൻ്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. അത് ഞാൻ തിരുമുമ്പിൽ വയ്ക്കാം. അതുപോലെ അടയാളവാക്യവും. അപ്പോൾ എന്നിലെ ദേവിക്ക് വിശ്വാസം വരുമല്ലോ. ആഞ്ജനേയൻ ഒരു പച്ചില പറിച്ച് അങ്കുലീയം അതിൽ വെച്ച് സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. അങ്കുലീയം കണ്ടതും ദേവി അതെടുത്ത് നെഞ്ചിലും മാറിലും ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അത്യന്തം വിവശയായി കണ്ണീർ ചേർത്തു. എന്തു ചെയ്യണമെന്നറിയാതെ വീർപ്പുമുട്ടി. രാമചന്ദ്രൻ തന്നോട് രഹസ്യമായി പറഞ്ഞേൽപ്പിച്ച അടയാളവാക്യവും ഇതിനിടയിൽ ഹനുമാൻ സീതയെ ധരിപ്പിച്ച് തൻ്റെ മേലുള്ള വിശ്വാസ്യത ഉറപ്പിക്കുകയും ചെയ്തു. സീതാദേവിയുടെ സങ്കടം മാറി. പ്രകാശത്തിൻ്റെ ഒരു നുറുങ്ങുവെട്ടം മുഖത്ത് ദൃശ്യമായി. ആഞ്ജനേയ, നീ രാമഭക്തന്മാരിൽ അത്യുത്തമനാണ്. വാനരനായ നീ വാനവരിലും ശ്രേഷ്ഠനായിരിക്കുന്നു. നീ ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം ആര്യപുത്രനെ വ്യക്തമായി ധരിപ്പിക്കണം. 2 മാസത്തെ അവധി മാത്രമാണ് ലങ്കേശൻ എനിക്ക് കൽപ്പിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ അവനെ വധിച്ച് എന്നെ രക്ഷിക്കാൻ പറയണം. അല്ല എങ്കിൽ അവൻ എന്നെ കൊന്നു ഭക്ഷണമാക്കും. ആര്യപുത്രനെ പിരിഞ്ഞതിൽ പിന്നെ ഇന്നുവരെ ഞാൻ കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ജീവിച്ചിരിക്കുന്നു, അത്രമാത്രം. എൻ്റെ ചൂടാരത്നം, നീ എന്നെ വന്ന് കണ്ടതിൻ്റെ വിശ്വാസ്യതയ്ക്കായി ഞാൻ തന്നുവിടുന്നു. അടയാളവാക്യവും ഞാൻ പറയാം. ചിത്രകൂടത്തിൽ ഞങ്ങൾ താമസിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണത്. ഒരു ദിവസം ഞാൻ ഫലലം എന്ന വനഭോജ്യം ഉണക്കാനായി വെയിലത്ത് വെച്ചിട്ട് പുറത്തിരിക്കുകയായിരുന്നു. രാമചന്ദ്രൻ എൻ്റെ മടിയിൽ തലവെച്ചു വന്ന് കിടന്നതും ഉറങ്ങിപ്പോയി. ഇന്ദ്രപുത്രനായ ജയന്തൻ ആ തക്കം നോക്കി കാകരൂപം ധരിച്ച് അവിടെ വന്നെത്തി. ഫലലം കുത്തി തിന്നാനും തുടങ്ങി. ഞാൻ എഴുന്നേറ്റാൽ രാമൻ ഉണരും. അത് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിദ്രയ്ക്ക് ഭംഗമുണ്ടാകാതെ അടുത്തു കിടന്ന ചെറു കല്ലുകൾ ഒന്നൊന്നായി പെറുക്കി ഞാൻ കാക്കയെ എറിഞ്ഞു. കാക്ക പറന്നു വന്ന് അതിൻ്റെ കൊക്കുകൊണ്ടും നഖങ്ങൾ കൊണ്ടും എന്നെ കുത്തി മുറിവേൽപ്പിച്ചു. കാക്കയുടെ കരച്ചിലും ചിറകടിയൊച്ചയും കേട്ടുണർന്ന രാമൻ ഒരു പുല്ലു പറിച്ച് ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് അവൻ്റെ നേർക്കയച്ചു. അമ്പ് ജയന്തൻ്റെ നേരെ ചെന്നതും അവൻ പ്രാണരക്ഷാർത്ഥം പറന്നു. അതിശീഘ്രം പിന്നാലെ പാഞ്ഞു വരുന്ന ദിവ്യബാണത്തിൽ നിന്ന് രക്ഷ നേടാൻ നിൽക്കക്കള്ളിയില്ലാതെ അവസാനം അവൻ രാമപാദങ്ങളിൽ വന്നു വീണു. രാമദേവൻ അസ്ത്രം ഉപാഹരിച്ചുവെങ്കിലും ജയന്തൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ആശ്രമത്തിൽ അന്ന് നടന്ന ഈ സംഭവം ഞങ്ങൾ 2 പേർക്ക് മാത്രമേ അറിയൂ. സീതാദേവി അടയാളവാക്യം പറഞ്ഞു നിർത്തിയതും വീണ്ടും പരിദേവനങ്ങൾ തുടങ്ങി. രാമദൂതനായ നീ എത്ര ചെറിയൊരു വാനരനാണ്. ഇതുപോലുള്ള വാനരന്മാരുടെ സഹായത്താൽ എങ്ങനെയാണ് രാവണനെ എതിർത്തു തോൽപ്പിക്കാൻ കഴിയുക? നിന്റെ രൂപം ഇതുതന്നെയാണോ? നിനക്കെന്തോ ദിവ്യശക്തിയുണ്ട് എന്നത് സത്യം തന്നെ. നിന്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഞാനത് കാണുന്നുമുണ്ട്. ദേവിയുടെ സംശയം തീർത്തു കൊടുക്കണം, സമാധാനിപ്പിക്കണം എന്ന് കരുതി ഹനുമാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു. പിന്നെ കണ്ടത് ഹനുമാന്റെ വിശ്വരൂപമായിരുന്നു. വായുതനയൻ വളർന്ന് പർവ്വത വാനരാകൃതി കൈക്കൊണ്ടു. തീക്കട്ട പോലെ ജ്വലിക്കുന്ന നേത്രങ്ങൾ, നീളമുള്ള ബലിഷ്ഠങ്ങളായ കരചരണങ്ങൾ, ഗിരിശൃംഗം കണക്ക് ഉയർന്നു നിൽക്കുന്ന ശിരസ്, കൊടുങ്കാറ്റിന് സമാനമായ ശ്വാസങ്ങൾ, കൂർത്തുമൂർത്ത ശരസമാനമായ രോമങ്ങൾ, നീണ്ടുരുണ്ട് തടിച്ചഗ്രം വളഞ്ഞ വാൽ. മുന്നിൽ നിൽക്കുന്ന അത്ഭുത വാനര രൂപം കണ്ട് സീത വിസ്മയിച്ചു. എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. നിനക്ക് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. നിനക്കെല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു. ദേവി, എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ വന്നത് രാമദൂതനായാണ്. ഒളിച്ചു വന്നതും പോകുന്നതും രാമദേവൻ്റെ യശസ്സിന് ഭൂഷണമല്ല. ഞാൻ വന്നത് തീർച്ചയായും രാവണൻ അറിയണം.
ശ്രീരാമദൂതനായി ഒരു വാനരൻ ഇവിടെ വന്നു എന്ന് എല്ലാ ലങ്കാവാസികളും മനസ്സിലാക്കണം. എല്ലാം നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചതും ഹനുമാൻ നിന്ന നിൽപ്പിൽ ഒരട്ടഹാസം മുഴക്കി. ലങ്കയാകെയൊന്നു കുലുങ്ങി. ത്രികുടപർവ്വതത്തിനും വിറയലുണ്ടായി. സീതയ്ക്കു ചുറ്റും കരിമല കണക്കെ ഉറങ്ങിക്കിടന്ന രാക്ഷസ സ്ത്രീകൾ ഞെട്ടി വിറച്ച് മേൽപോട്ട് തെറിച്ച് വീണ്ടും താഴെ പതിച്ചു. ഉദ്യാനപഞ്ചനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഹനുമാൻ 28 ഗോപുരങ്ങളും ചുറ്റി ആരാമങ്ങൾ ഓരോന്നും തല്ലിത്തകർത്തു. മരക്കൊമ്പുകൾ ചടപട ഒടിച്ചു. ചിലതൊക്കെ വേരോടെ പറിച്ചു വലിച്ചെറിഞ്ഞു. ഉഗ്രഗർജനവും നടത്തി ഹനുമാൻ സംഹാര താണ്ഡവമാടി. ലങ്കാനിവാസികൾ നിദ്രയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഭയപ്പാടോടെ നിലവിളിച്ചും കൊണ്ട് തെക്കോട്ടും വടക്കോട്ടും ഓടാൻ തുടങ്ങി. രാവണകൽപ്പനയനുസരിച്ച് വാനരനെ ബന്ധിക്കാൻ രാവണന്റെ അമ്മാവനും മന്ത്രിയുമായ പ്രഹസ്തന്റെ പുത്രൻ ജംബുമാലിയാണ് വന്നത്. ഹനുമാന്റെ ഒറ്റയടി മതിയായിരുന്നു അവൻ കാലപുരി പൂകാൻ. ചൈത്രമണ്ഡപവും തകർത്ത് മുന്നേറിയ ഹനുമാൻ ആ സ്തംഭം ഊക്കിൽ വീശി നിരവധി രാക്ഷസരെ അടിച്ചുകൊന്നു. ഹനുമാനെ ബന്ധിക്കാനയച്ച വീരന്മാരെ എല്ലാവരെയും ഹനുമാൻ സൽക്കരിച്ച് കൊന്നു. എതിർക്കാൻ വന്ന രാവണപുത്രൻ അക്ഷകുമാരൻ്റെ കഴുത്ത് തൻ്റെ കക്ഷത്തിലാക്കി ഞെരിച്ച് കൈകാലുകൾ കൂച്ചിപ്പിടിച്ച് വളച്ചൊടിച്ച് ഒരു പന്ത് പോലാക്കി മേൽപോട്ടെറിഞ്ഞു. നിസ്സാരനായ ഒരു മർക്കടൻ മാനക്കേടും നാണക്കേടും ആൾനാശവും ദ്രവ്യനാശവും പുത്രനെ വരെയും കൊന്നിരിക്കുന്നു. വന്നവൻ നിസ്സാരനല്ല. ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്ത് എന്ന മകനുള്ളപ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കുരങ്ങനെ ബന്ധിക്കാൻ അവനെ അയക്കണോ? പൂച്ചയെ പിടിക്കാൻ പുലിയെ അയക്കേണ്ട കാര്യമുണ്ടോ? ചിന്തിച്ചു നിന്നാൽ ഇനി ആ കുരങ്ങൻ സർവ്വതും നശിപ്പിക്കും. കൊല്ലാതവനെ പിടിച്ചു ബന്ധിക്കണം. അതിന് ഇന്ദ്രജിത്ത് തന്നെ വേണം. അച്ഛൻ്റെ കൽപ്പന കിട്ടിയ മാത്രയിൽ ഒരു വൻ പടയുമായി ഇന്ദ്രജിത്ത് ആരാമത്തിലെത്തി. തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയ പൂങ്കാവനവും ചത്തുമലച്ച രാക്ഷസവീരരെയും കണ്ട് ഇന്ദ്രജിത്തിൻ്റെ കോപമാളിക്കത്തി. മുഷ്ടിയുരുട്ടി ഇടിച്ചും കാലുപൊക്കി തൊഴിച്ചും ചവിട്ടി മെതിച്ചും ഇന്ദ്രജിത്തിൻ്റെ സേനയെ മാരുതി നിലം പരിശാക്കി. ഇവനോട് നേരിട്ടെതിർത്താൽ ശരിയാകില്ല. മായാവിദ്യ പ്രയോഗിച്ചാലേ ഇവനെ കീഴടക്കാൻ പറ്റൂ. മേഘത്തിൽ മറഞ്ഞു നിന്ന് ഇന്ദ്രജിത്ത് അതിശക്തമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. മഹാദേവൻ ചിരഞ്ജീവിയായി അനുഗ്രഹിച്ച ആഗ്രഹിക്കുന്ന രൂപം ധരിച്ച് പരാജയം എന്തെന്നറിയാത്തവനാകട്ടെ എന്ന വിഷ്ണു പരബലമുള്ള ഹനുമാനെ ഒരസ്ത്രത്തിനും ക്ഷയിപ്പിക്കാനാവില്ല. എന്നാൽ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിനെ ആദരിച്ചേ പറ്റൂ. ഹനുമാൻ അസ്ത്രത്തിനു വഴങ്ങി. ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ഹനുമാനെ വീണ്ടും ബന്ധിച്ച് വിജയാഹ്ലാദത്തോടെ ആർപ്പുവിളി കോലാഹലത്തോടെ ചുമന്ന് പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് വണങ്ങി നിന്നു. ജീവശവം പോലെ എല്ലാവരുടെ മുമ്പിലും അഭിനയിച്ചു കിടന്ന മാരുതി അപ്പോഴും രാമനാമം ഉരുവിട്ടുകൊണ്ടിരുന്നു. അച്ഛ, ഇവൻ നിസ്സാരനല്ല. അക്ഷകുമാരാദികളെ ഇവൻ വധിച്ചതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. ഇവൻ ഏതോ അമാനുഷിക ശക്തിയുള്ള അത്ഭുത വാനരനാണ്. ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ ഇവൻ അടങ്ങിയെന്നേ ഉള്ളൂ. എതിരാളികൾക്ക് ഇവൻ കാലനാണ്. ഇവനെ വെറുതെ വിടരുത്. മന്ത്രിമാരുമായി ആലോചിച്ച് അച്ഛൻ വേണ്ടത് ചെയ്തുകൊള്ളൂ. ഇന്ദ്രജിത്ത് പോയതും രാവണ മന്ത്രിയായ പ്രഹസ്തൻ രാവണ നിർദ്ദേശപ്രകാരം എല്ലാവരും കാണത്തക്ക വിധം ഹനുമാനെ പൊക്കിയെടുത്ത് ആസ്ഥാന മണ്ഡപത്തിൽ കൊണ്ടുവന്നിട്ടു. പ്രഹസ്തൻ കണ്ണടച്ചു കിടന്ന ഹനുമാന്റെ അടുത്തെത്തി. ഇന്നലെ വരെ എത്ര സുന്ദരമായിരുന്ന ലങ്കയാണ് ഒറ്റ രാത്രി കൊണ്ട് നീ ഈ പരുവത്തിലാക്കിയത്. രാക്ഷസന്മാരെ കൊന്നൊടുക്കിയത് കൂടാതെ എൻ്റെ പുത്രൻ ജംബുമാലിയെയും രാവണപുത്രൻ അക്ഷകുമാരനെയും വധിച്ച നീ ചില്ലറക്കാരനല്ല. പറയൂ, നീ ആരാണ്? എന്തിനാണ് ഈ കാട്ടിയ പരാക്രമം അത്രയും? ഞാൻ ശ്രീരാമദാസൻ.
അദ്ദേഹത്തിൻ്റെ എളിയ ദൂതൻ. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടുവന്ന രാവണൻ എന്ന കശ്മലനെ കാണണം. പറ്റുമെങ്കിൽ അവനെ ഒന്ന് ഗുണദോഷിക്കണം. സീതാദേവി ഇവിടെ ഉണ്ടോ എന്നറിയണം. അതിനു മാത്രം സമുദ്രം ചാടി കടന്നു വന്നതാണ്. പിന്നെ ഉദ്യാനം തകർന്നതും രാക്ഷസന്മാർ മരിച്ചതും അത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വൈഭവത്താലാണ്. എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല. ഞാനൊരു പാപം കുരങ്ങൻ എന്ന് പറഞ്ഞ് ചത്തതുപോലെ ഹനുമാൻ ഒരു കിടപ്പ് കിടന്നു. ഹനുമത് സീതാ സംവാദം, ലങ്കാമർദ്ദനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കടന്നുപോയത്. ലങ്കയിൽ ഹനുമാൻ കണ്ടത് ഭൗതിക സുഖങ്ങളുടെ കുന്നുകൂടലാണ്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഉണ്ണാതെ ഉറങ്ങാതെ രാമമന്ത്രം ജപിച്ചിരിക്കുന്ന സീതയുടെ ദുഃഖത്തിന് അറുതി വരുത്താനുള്ള മൃതസഞ്ജീവനിയായിരുന്നു ഹനുമത് സീത കണ്ടുമുട്ടൽ. ഒരാൾ വന്ന് എന്തെങ്കിലും വന്നു പറഞ്ഞു പോയാൽ വിശ്വസിക്കുന്നവളല്ല സീതയെന്ന് രാമൻ അറിയാം. ഭദ്രമായ കൈകളിൽ അതിനുള്ള തെളിവുകളുമായാണ് രാമൻ ഹനുമാനെ അയക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ. ഏതൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോഴും മുൻകരുതലുകൾ, തെളിവുകൾ ഇവ കരുതുക തന്നെ വേണം എന്നീ കഥയിൽ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു. അപാര ശക്തിവിശേഷങ്ങളും വരബലങ്ങളും ഉള്ള ഹനുമാന്റെ ഭക്തി, വിനയം, എളിമ ഇവയൊക്കെയും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. എതിർക്കേണ്ടവനെ എതിർത്തും നമിക്കേണ്ടവനെ നമിച്ചും വേണം ജീവിതം ചിട്ടപ്പെടുത്താൻ. രാമായണം കേട്ട് ധർമ്മബോധം വളർത്താം, നല്ല ശീലങ്ങൾ സ്വന്തമാക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.